ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വാൻ. അപ്പം കുറച്ച് വൈകിട്ടാണ്. ഞാൻ പണ്ടത്തെ പോലെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റണില്ലെന്ന് അറിയാം. പറ്റുന്ന കണ്ടന്റ് വേണ്ടേ, കണ്ടന്റ് ഇല്ല, അതാണ് കാരണം. ഇപ്പൊ ഞാൻ വീണ്ടും അൺബോക്സ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കാം. കമോൺ. അപ്പൊ ഇതെന്താന്ന് വെച്ചാ, ഇതൊരു പവർ ബാങ്ക് ആണ്. എംഐയുടെ പവർ ബാങ്ക് ആണ്. എംഐയുടെ മറ്റേ 20,000 mAh ഒരു പവർ ബാങ്ക് ഉണ്ടല്ലോ, ആൾക്കാർ മൊത്തം ഉപയോഗിക്കണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്ക് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ പൊട്ടിക്കണ്ട, പൊട്ടിക്കലൊക്കെ മറന്നു. കുറെ നാളായാലും പൊട്ടിച്ചിട്ട്. കത്തിയൊക്കെ ഉണ്ട്, ടൂൾസൊക്കെ ഉണ്ട്. ഇത് വലിയ ടൂളാണ്. ബാ പൊട്ടിക്കാം. മറന്നിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഓർമ്മക്കുറവ്. പൊട്ടി അവിടുത്തെ സീല് പൊട്ടി, സൈഡിലെ സീല് പൊട്ടി. നമുക്ക് നടുക്കുന്ന കയറാം. നടുക്കുന്ന കയറി, ഇൻവോയ്സ് കയറി, സ്റ്റിക്കർ കയറി. ഇൻവോയ്സ് അല്ല, അതിന്റെ പുറത്തൊട്ടിങ്ങനെ വെള്ള സ്റ്റിക്കറല്ലേ, അത് കയറി പൊട്ടി തുറന്നു. ആദ്യം ഇൻവോയ്സ് ഉണ്ട്, അവിടെ സൈഡ് കിടക്കട്ടെ. നമ്മുടെ സാധനം അടിക്കൊണ്ട് വേറെ ഒന്നുമില്ല, കട്ടിക്കാലിയാണ്. എംഐയുടെ പവർ ബാങ്ക് നല്ല ബബിൾ റാപ്പൊക്കെ ഇട്ട് പോയിട്ട് അത്ര വലിയ പൊതിയിലൊന്നുമില്ല, ഒരു ചെറിയ പീസ് വെച്ച് ജസ്റ്റ് ഒപ്പിച്ച് പോയി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സേഫാണ്, കൊള്ളാം, എന്തായാലും കൊള്ളാം. ഫ്ലിപ്കാർട്ട് അഷോർഡ് എന്ന് മേടിച്ചതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു MI സ്റ്റോർ, മറ്റേ MI സ്റ്റോറല്ല, MIയുടെ സാധനങ്ങൾ വെക്കണം. MI സ്റ്റോറിലും ചെന്നു, പിന്നെ വേറൊരു കടയിലും ചെന്നു. രണ്ടിടത്തും ഇല്ല ഒറിജിനൽ MRP പറഞ്ഞ, അതായത് 1999. എന്താ വെച്ചാ 2,000 രൂപ. അവര് 99 പറഞ്ഞില്ല, അവര് നേരെ 2,000 രൂപ എന്ന് പറഞ്ഞ. പക്ഷെ ഇതിപ്പോ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ചുകൊണ്ട് 1,499 രൂപ കിട്ടി. സെയിം സാധനം നമുക്ക്, സെയിം സാധനം എന്തിനാ വെറുതെ അവർക്ക് 501 രൂപ എക്സ്ട്രാ, 500 രൂപ എക്സ്ട്രാ കൊടുക്കണേ? ഇതല്ലേ ലാഭം? 501 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? 501 എന്ന് പറഞ്ഞാൽ 1 രൂപ ഇവരും തന്നില്ല ഈ കൊറിയർകാര്. 499 എന്ന് പറഞ്ഞാൽ 500 രൂപ അടിച്ചു. 1,499. ഇത് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു പവർ ബാങ്ക് ആണ്. MI പവർ ബാങ്ക് 2i എന്നാണ് എന്നെ പറയണത്. സെക്കൻഡ് വെർഷൻ, അവരുടെ ഒറിജിനൽ ആദ്യമായിട്ട് ഇറക്കിയ പവർ ബാങ്ക് അല്ല. MI പവർ ബാങ്കിന്റെ 20,000 mAh ആദ്യത്തെ പവർ ബാങ്ക് അല്ല, രണ്ടാമത്തെ വെർഷൻ ഇറക്കിയത് 2i എന്ന് പറഞ്ഞ 20,000 mAh പവർ ബാങ്ക്. കളർ വെള്ള കളറാണ്, വൈറ്റ് കളർ. പിന്നെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല, കാണുണ്ടാവുമായിരിക്കും. അതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കോടും കാര്യങ്ങളും എന്തെങ്കിലൊക്കെ ഉണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഈ സീൽ എനിക്ക് കത്തി കൊണ്ട് പൊട്ടിക്കാൻ തോന്നാനില്ല, കൈ കൊണ്ട് പൊളിച്ചാൽ മതി. പൊളിച്ചു. സൈഡ് ഒരു വിടവ്, അത് കത്തി കൊണ്ടിട്ടേക്കാം. പൊളിച്ചു. നമുക്ക് പവർ ബാങ്ക് പുറത്തേക്ക് എടുക്കാം. കമോൺ. തുറന്നു. ഇന്നത്തിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. എൻ്റെ പണ്ടൊരു പവർ ബാങ്ക് ഉണ്ടായിരുന്നു, ആദ്യം ഒരു പവർ ബാങ്ക്. അത് കഴിഞ്ഞ ദിവസം താഴെ വീണ് പൊട്ടി. കഴിഞ്ഞ ദിവസം അല്ല, പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ പവർ ബാങ്ക് ഒന്നും ഇല്ലാണ്ടായിരുന്നു ഇത്ര നാളെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പവർ ബാങ്ക് കിട്ടി. ഇതിനകത്തെന്തോ കാർഡുണ്ട്, പവർ ബാങ്ക് കൂടെ ഉണ്ട്. എന്തോ നോക്കാം. യൂസർ മാനുവലാ പവർ ബാങ്കിനാ? ഇതിലിപ്പോ എന്തോ യൂസർ മാനുവൽ. ചാർജ് ചെയ്യണം, എങ്ങനെയാണ് ലൈറ്റ് ഐഡന്റിഫിക്കേഷൻ, പവർ സ്വിച്ച്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ യൂസർ മാനുവൽ. നിങ്ങൾക്ക് നല്ല പ്രോയിനെ പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ച് നോക്കണം നിർബന്ധമായിട്ടും. പ്രോയിനെ പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ
പിന്നെ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഇതിൻ്റെ ഒരു പെട്ടിക്കകത്ത് തുറക്കാൻ പറ്റും ഇല്ല. നമ്മുടെ പവർ ബാങ്ക് അതിവിടെ വെച്ചേക്കാം. എൻ്റെ കേബിൾ എന്താ നോക്കട്ടെ. പിന്നെ പെട്ടിക്കകത്തൊന്നുമില്ല, കാലിയാണ്. കേബിൾ ഉണ്ട്, അത്യാവശ്യം വലുപ്പമുണ്ട്, എന്നാലും അത്ര വലിയതല്ല, അത്ര ചെറുതല്ല, അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ് പവർ ബാങ്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസ് കേബിൾ ഉണ്ട്. അവിടെ സൈഡിൽ വെച്ചേക്കാം. നമുക്ക് പവർ ബാങ്ക് പൊട്ടിക്കാം. തുറന്നു, പാക്കറ്റ് തുറന്നു, കവർ കളയാം. വെള്ള പവർ ബാങ്കാണ് കിട്ടിയത്. ഇതിന്റെ വെള്ള വേരിയന്റ് മാത്രമേ ഉള്ളായിരുന്നു. അതിപ്പോ MI സ്റ്റോറിൽ നോക്കിയപ്പോഴും ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴും ആമസോണിൽ നോക്കിയപ്പോ എവിടെയൊക്കെ നോക്കിയിട്ടും വെള്ള കളർ മാത്രമേ ഉള്ളായിരുന്നു. ഇത് വെള്ള കളർ മാത്രമേ ഇറക്കണുള്ള, ശരിക്കറിയില്ല കേട്ടാ. അങ്ങനെ കുറച്ചൊക്കെ നോക്കിക്കോ. എന്തായാലും വെള്ള കളർ കിട്ടും. നമുക്ക് കളറിലല്ലോ കാര്യം, നമുക്ക് കാര്യം നിറഞ്ഞാൽ പോരാ. പിന്നെ വെള്ള കളർ എനിക്ക് വലിയ താല്പര്യം ഇല്ലാഞ്ഞ എന്താന്ന് വെച്ചാൽ അഴുക്ക് പിടിക്കും. നമ്മൾ റഫ് യൂസ് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ട് നടക്കുമ്പോ അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് പൊടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഭംഗി, ഒരു പഴഞ്ചൽ ലുക്ക് ആവില്ലേ. ഇപ്പൊ ബ്ലാക്ക് ഒക്കെ വെച്ചാൽ ഒരു ഒരു ഫീൽ ഉണ്ട് അതില്. അതാണ് ബ്ലാക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ കൊള്ളാം. 2 ഔട്ട്പുട്ടാണ്, USB 2 ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ചില ചൈനീസ് പവർ ബാങ്കിനെ പോലെ ടോർച്ചൊന്നുമില്ല. MIയുടെ ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ. പിന്നെ ആ പെട്ടിയുടെ പുറത്ത് എഴുതിയിരുന്ന അതേ സാധനങ്ങൾ തന്നെ ഇവിടെ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെയാണ് എൻ്റെ സൈഡിലാണ് എൻ്റെ ബട്ടൺ. ഇതാണ് സോക്കറ്റ്. ഇത് 4 ഇൻഡിക്കേഷൻ ലൈറ്റ്. ഇത് ചാർജ് ചെയ്യാനുള്ള ഹോള്. ലൈറ്റ് കത്തണുണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങനെയുണ്ട്, കണ്ടില്ലേ? 2 കട്ട ചാർജ്, 2 ലൈറ്റ് കത്താനുള്ളൂ. ഉണ്ട്, അതായത് 20, 30, 40% കാണും. 50% പോലും ഉറപ്പായിട്ടും കാണാൻ തോന്നാനില്ല. അതാണ് 2 ലൈറ്റ് മാത്രം എത്തി. അപ്പൊ നമുക്ക് ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. അതിൽ തന്നെ ഫോൺ എടുക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. കാണാനല്ല, കണ്ടാൽ മനസ്സിലാവാൻ സുഖമായിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്യാൻ കൊടുത്താണ്ട് സ്വിച്ച് ഓഫ് ആയി. എവിടെ നമ്മുടെ കേബിൾ? ഫോൺ ഇവിടെ വെച്ചേക്കാം. കേബിൾ എടുക്കട്ടെ. ഇതാണ് കേബിൾ. നമ്മൾ ആദ്യത്തെ അല്ലേ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഏതാണ് ഫാസ്റ്റ് ചാർജ് ഏതാണ് നോർമൽ ചാർജ് എന്ന്. രണ്ടും ഫാസ്റ്റ് ചാർജിന്റെ പോർട്ട് തന്നെയാണ്. 2 പോർട്ടും ഫാസ്റ്റ് ചാർജിന്റെ. അത് നല്ല കാര്യമായിട്ട്. ചില പവർ ബാങ്കിൽ ഒരെണ്ണം മാത്രമേ ഫാസ്റ്റ് ചാർജിന്റെ പോർട്ട് ഉണ്ടാവുള്ളൂ, മറ്റേ ഫാസ്റ്റ് ചാർജിന്റെ പോർട്ടല്ല. പക്ഷെ എനിക്കറിയില്ല ഇതില് ഒരെണ്ണത്തിൽ ഫാസ്റ്റ് ചാർജ് കുത്തിക്കഴിഞ്ഞാൽ മറ്റേതിന്നും ഫാസ്റ്റ് ചാർജ് തന്നെ ആവുമെന്നറിയില്ല. 2 കൂടി ഒരുമിച്ച് ഫാസ്റ്റ് ചാർജ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല. പറ്റുമായിരിക്കും, പറ്റും തോന്നുന്നു. നമുക്ക് കുത്തി നോക്കാം. ഔട്ട്പുട്ട് 1 കയറ്റി കേബിള്, മറ്റേ അറ്റം എന്താ ഫോണിലേക്ക് കയറ്റാം. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്ലഗ് ചെയ്തു. MI എഴുതി വരുന്നുണ്ട്. ഇതാണ് എൻ്റെ പ്രൈമറി ഫോൺ. ചാർജിങ് ആവുന്നുണ്ട് 90%. ഈ പച്ച കളർ, അതായത് ചാർജിങ് എന്നാണ് അർത്ഥം. ഇവിടെ മിന്നനുണ്ട്, 2 കട്ടേ ഉള്ളൂ. അതായത് ഇതിൽ ചാർജ് കുറവാണ്. ഇപ്പൊ എന്തായാലും ചാർജിങ് കയറുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് കയറുന്നുണ്ട്. പച്ച കാണുന്നുണ്ട്, അതായത് ചാർജ് കയറുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കത്തില്ല. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കൊടുക്കാം. ഓൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ ഇങ്ങനെയുണ്ടെന്ന് സാധനം. കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ, 2 വർഷം പഴയതായില്ലേ, ബൂട്ടാവാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഫോൺ മാറ്റേണ്ട സമയം മാറ്റണം. ഓണായോ? ഓണായി. പാസ്വേഡ് അടിച്ച് ചാർജ് ആവുന്നുണ്ട്. കാണുന്നുണ്ടോ? അതെ, സിമ്പിൾ കണ്ട. ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. കാണണ്ടത് ഈ ഒരു സിമ്പിൾ കണ്ട? അത് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സിമ്പിളാ. നമ്മൾ ഫാസ്റ്റ് ചാർജിൽ കുത്തിവെക്കുകയാണെങ്കിൽ ആ സിമ്പിൾ കാണാം. അത് എല്ലാ ഫോണിലും കാണുന്നില്ല. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുള്ള ഫോണിൽ നമ്മൾ ഫാസ്റ്റ് ചാർജാണ് കുത്തിയേക്കണത്. ഇപ്പൊ കറണ്ട് കുത്തിയാലും ഫാസ്റ്റ് ചാർജറിൽ കുത്തിയാൽ കാണിക്കുന്ന സിമ്പിളാ. ഇതുവരെ അങ്ങനെ കാണാറില്ല.
ഇന്നും ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഫാസ്റ്റ് ചാർജർ വെച്ച് ചാർജ് ചെയ്തപ്പോൾ ഈ സിമ്പിൾ വന്നത് അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് ഒരു പോക്കോ ഫോണിന്റെ ചാർജർ ആയിരുന്നു. ഒരു ആന്റിയുടെ വീട്ടിൽ പോയപ്പോൾ ആന്റിയുടെ വീട്ടിലുണ്ടായിരുന്നു പോക്കോ ഫോൺ ഉണ്ടായിരുന്നു. ആന്റിയുടെ ഉണ്ടോന്ന് അറിയില്ല, കണ്ടില്ല. അവിടെ ചാർജർ ഇരിപ്പുണ്ടായിരുന്നു. അത് ചാർജ് നോക്കി അപ്പോൾ ഈ സിമ്പിൾ ആദ്യമായിട്ട് കണ്ടു. നല്ല വേഗത്തിൽ ചാർജ് ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഫാസ്റ്റ് ചാർജ് ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. അതാണ് ഈ സിമ്പിൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ കാണിക്കില്ല. സാധാരണ ചാർജർ കുത്തുമ്പോൾ ഈ സിമ്പിൾ കാണിക്കില്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ വേറെ സാധാരണ ചാർജർ കുത്തി കാണിച്ചതാണ്. ഈ സിമ്പിൾ ഉണ്ടാവില്ല. അതെ, ഇപ്പൊ ചാർജിങ് ആണ്. സിമ്പിൾ കണ്ടില്ലേ? ഓ ഫോക്കസ് ഇല്ല. ഒരു ഇടിവെട്ടിന്റെ മിന്നലിന്റെ പോലത്തെ ഒരു സിമ്പിൾ കണ്ടില്ലേ? കാണുന്നുണ്ടോ? ഒരു സിമ്പിൾ അതാണ് ഫാസ്റ്റ് ചാർജിന്റെ സിമ്പിൾ. അത് ഇപ്പൊ സാധാരണ ചാർജർ കുത്തി ഉണ്ടാവില്ല. ഇപ്പൊ ഫാസ്റ്റ് ചാർജർ പവർ ബാങ്കിൽ കുത്തി, അതാണ് അതേ ആ സിമ്പിൾ. പവർ ബാങ്ക് പോയി. ഇപ്പൊ ചാർജറും പോയി, എല്ലാം പോയി. 91%. ആ സിമ്പിൾ പോയി, എല്ലാം പോയി. ഞാൻ സാധാരണ ഒരു ചാർജർ കുത്തി കാണിച്ചിടാം. ഓ നോട്ടിഫിക്കേഷൻ. സാധാരണ ചാർജ് കുത്തിയപ്പോൾ പച്ച കളറായി ചാർജ് കയറുന്നുണ്ട്. പക്ഷെ ആ സിമ്പിൾ ഇല്ല. ആ റൗണ്ട് സിമ്പിൾ കണ്ടില്ലേ? ആ സിമ്പിൾ ഇല്ല. അത് ഫാസ്റ്റ് ചാർജറിന്റെ സിമ്പിളാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് ഫാസ്റ്റ് ചാർജ് ഔട്ട്പുട്ടാണ്. ഒരു മിനിറ്റ് കേബിൾ കൊടുത്താണ്ടിരിക്കട്ടെ. അപ്പൊ നമുക്കിനി സെക്കൻഡ് പോർട്ട് കുത്തി വെക്കാം. ഫസ്റ്റ് പോർട്ട് ഫാസ്റ്റ് ചാർജ് ആണ്. സെക്കൻഡ് പോർട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതിൽ ഫാസ്റ്റ് ചാർജ് ഇതേക്കണേ. ഫസ്റ്റ് തന്നെ കാണും, നമുക്ക് നോക്കാം. സെക്കൻഡ് കുത്തി ഓൺ ചെയ്തു. ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഫാസ്റ്റ് ചാർജ് വന്നില്ല. വന്നുട്ടാ. ആദ്യം അത് റെക്കഗ്നൈസ് ചെയ്യാൻ ടൈം എടുത്താണെന്ന് തോന്നുന്നു. ഫാസ്റ്റ് ചാർജ് എന്ന് കാണിക്കണം. അപ്പൊ ഫാസ്റ്റ് ചാർജിങ് ആണ്. പോർട്ട് 1 പോർട്ട് 2 ഫാസ്റ്റ് ചാർജർ. സംഭവം കൊള്ളാം. ബിൽഡ് ക്വാളിറ്റി കേട്ടെ. സംഭവം കൊള്ളാം. ബിൽഡ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കൊള്ളാം. പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് തോന്നുന്നു കേട്ടാ. പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് തോന്നുന്നില്ല, പ്ലാസ്റ്റിക് ബോഡിയാണ്, മെറ്റൽ അല്ല. ഇവരുടെ 16mm മോഡല് അത് മെറ്റൽ ബോഡിയാ. എനിക്ക് മെറ്റൽ ബോഡി ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഇതിന് മെറ്റൽ ബോഡി ഇല്ലാത്തതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ? എനിക്ക് 20,000 തന്നെ വേണം. 10,000 കൊണ്ട് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ചാർജ് തീർന്നു. ഇത്ര നാൾ ഉപയോഗിച്ച 10,000. ഇനി ഒരു അപ്ഗ്രേഡ് ഒക്കെ വേണ്ടേ? അതുകൊണ്ടാണ് ഇതെടുത്ത. സാധനം കൊള്ളാം, ബിൽഡ് ക്വാളിറ്റി കൊള്ളാം, വയർ കൊള്ളാം. പക്ഷെ വയറിന് കാലാവധി എത്ര നാളുണ്ടാവുമെന്ന് അറിയില്ല. എത്ര വില കൊടുത്ത് പവർ ബാങ്ക് മേടിച്ചാലും കേബിളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പോവാറുണ്ട് എല്ലാ കമ്പനിയുടെയും. അതിപ്പോ എന്ത് കമ്പനിയൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇത് മേടിക്കാൻ ഞാൻ എന്തായാലും തംസപ്പ് ചെയ്യണു, റെക്കമെൻഡ് ചെയ്യണു. നിങ്ങൾക്ക് 20,000 ഇത്രയും വിലക്കുറവിൽ ഇത്രയും ബ്രാൻഡ് വാല്യൂം എല്ലാം ഉള്ള വേറൊരു പവർ ബാങ്ക് കിട്ടും തോന്നാനില്ല. എം ഐ ബെസ്റ്റ് കമ്പനി അല്ലേ? ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി അല്ലേ? നമ്പർ 1 ട്രസ്റ്റഡ് കമ്പനി. എന്താ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കണ കമ്പനി? റെഡ്മിയുടെ ഒരു ബ്രാൻഡാണല്ലോ എം ഐ റെഡ്മി ഒക്കെ ഒന്നല്ലേ? റെഡ്മി ഷാമി ഒക്കെ ഒന്നല്ലേ? അപ്പൊ അതിന്റെ ഒരു ബ്രാൻഡാണ്. ഞാൻ എന്തായാലും തംസപ്പ് ചെയ്യണു, മേടിക്കാൻ റെക്കമെൻഡ് ചെയ്യണു. വേണമെങ്കിൽ മേടിക്കാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് വീഡിയോ മറന്നുപോയി, കുറെ നാളെ വീഡിയോ ചെയ്തിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ കമന്റ് ചെയ്യണം. എന്തായാലും ഇത് തംസപ്പാണ്. തംസപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് വീഡിയോയുടെ തംസപ്പ് കൊടുക്കണം, അതായത് ലൈക്ക് കൊടുക്കണം. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. മറ്റേ കാര്യം കമന്റ് ചെയ്തേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ see you. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത് എന്താന്ന് വെച്ചാൽ ഇതിന് വാറന്റി ഉണ്ട്. ഇപ്പൊ വേറെ ബ്രാൻഡുകൾക്കൊക്കെ മേടിച്ച് ഇപ്പൊ പവർ ബാങ്ക് കൂടുതൽ ചൈനീസ് ബ്രാൻഡിന്റെ ഒക്കെ ഉള്ള പറഞ്ഞത്. ഇന്ത്യയുടെ ഉണ്ട്, വേറെ കമ്പനികളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, വാറന്റി ഉണ്ടാവില്ലല്ലോ. വാറന്റി ഉണ്ടാവും ചിലതിന്, പക്ഷെ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മുടെ എംഐയുടെ അഷോർഡ് വാറന്റി ഉണ്ട്. ഇത്ര 6 months 1 year എത്ര ആണാവോ? എന്തായാലും വാറന്റി ഉണ്ട് കേട്ടോ. 1 month and year of manufacture വാറന്റി. 1 month and year of manufacture വാറന്റി. അപ്പൊ എന്താ 1 വർഷം 1 മാസവും. എന്തായാലും വാറന്റി ഉണ്ട്, മാനുഫാക്ചറിങ് വാറന്റി ഉണ്ട്. ഫിസിക്കലി ഡാമേജിനൊന്നും കിട്ടത്തില്ല.
ഇപ്പൊ ഇന്റേണലി ഡാമേജ്, ഇപ്പൊ എന്തെങ്കിലും ഇതിൽ നിന്ന് ചാർജ് കയറൽ നിൽക്കുക, ഇതിലേക്ക് ചാർജ് കയറൽ നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അവർ നന്നാക്കി തരും. അല്ലെങ്കിൽ റീപ്ലേസ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. അതാണ് വാറണ്ടി. അത് നേരത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാൻ മറന്നു പോയതാണ്. ഇപ്പൊ ഇടയ്ക്കിട്ട് കേട്ടണേ, ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.